കുറേ കാലമായിട്ടൊരു വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ. ഞാൻ ഇവിടെയും എന്താ പറയുക, ദുബായിൽ വന്നിട്ട് എല്ലാവരും ചോദിച്ചു വീക്കിലി എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ പർച്ചേസും അതിന് എത്ര ബില്ല് വരുന്നുണ്ട്, അത് ഇന്ത്യൻ മണി എത്ര വരുന്നുണ്ട്, അത് കാണിച്ചു തരാം. എത്ര ഐറ്റംസ് കോമൺ ആയിട്ട് മേടിക്കുന്നുണ്ട് എന്നുള്ളതിന് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ സ്മോൾ വീഡിയോ. ഓക്കെ, ആദ്യം തന്നെ പ്രോട്ടീൻ്റെ അറ്റെന്നൊക്കെ വിചാരിക്കണ സോയാബീൻ്റെ 2 പാക്കറ്റ്. അത് കഴിഞ്ഞൊരു ചെറുപയർ ഒരെണ്ണം മേടിച്ചു. വേറെ ഒന്നും അങ്ങനത്തെ ഐറ്റംസ് കടല അങ്ങനെയൊന്നും മേടിച്ചില്ല. കോൾഗേറ്റ് കഴിയാറായി, ഒരെണ്ണം മേടിച്ചിട്ട് പിന്നെ നേരെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് വിട്ട്. വെജിറ്റബിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് വൈഫ് തന്നെയാണ്. അല്ലാതെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ പറഞ്ഞ സാധനം ഉണ്ടാവില്ല. എന്തിനാ വെറുതെ വലക്കിക്കണത്. അപ്പോൾ അത് ആളെന്നെ ഏൽപ്പിച്ചു. ഞാൻ ഇക്കുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. പാല് മുന്നൊക്കെ കഴിക്കാൻ നന്നായിട്ട് പറ്റിയിരുന്നു. ഇപ്പം എന്തോ പാല് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആകെ ഒരു ചെറിയ പാക്കറ്റ് മാത്രമേ കുടിക്കാറുള്ളൂ. അതിന് പകരം ഞാൻ ഇപ്പോൾ ഷെയ്ക്ക് അടിക്കുകയാണെങ്കിലും പ്രോട്ടീൻ്റെ എന്തെങ്കിലും വർക്കൗട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ കൂടി അതിൽ നോർമൽ വാട്ടർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ പാലിന് പകരം തൈര് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ, ഇഡ്ഡലി അതിൻ്റെയൊക്കെ മാവ് കിട്ടും, അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാവ്. ഞായറാഴ്ച ദിവസം മാത്രമാണ് ഞങ്ങൾ ഇത്തരം ഐറ്റംസ് ഉണ്ടാക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഓട്സിൻ്റെ സ്മൂത്തി അല്ലെങ്കിൽ സലാഡ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കാനുള്ള ടൈമും കഴിക്കാനുള്ള ടൈമൊക്കെ കിട്ടാറില്ല. ചില ദിവസം മോർണിംഗ് 6 മണിക്കൊക്കെ ഡ്യൂട്ടി. അപ്പോൾ ആൾക്ക് അത്രയും നീട്ടിട്ട് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ തലേ ദിവസം എന്തെങ്കിലും സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള ഐറ്റംസും വേറെ മേടിക്കും. ഇത് എന്നിട്ട് ദോശയിൽ തന്നെ ഫിക്സ് ചെയ്തു. കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദോശ വേണോ, ചപ്പാത്തി വേണോ, വെള്ളയപ്പം വേണോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ദോശ തന്നെ വീണ്ടും ഫിക്സ് ചെയ്തു. ഒരു ട്രേ മുട്ട എടുത്തിട്ടുണ്ട്. എഗ്ഗ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ സലാഡിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുക്കുംബറും അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും എടുത്തിട്ടു. ഇത് ഓരോ ദിവസം ഓരോ കുക്കുംബർ, അതേപോലെ ഓരോ ക്യാരറ്റ് എന്നുള്ള ലെവലിൽ 5 ദിവസത്തേക്ക് 5 കുക്കുംബർ 5 ക്യാരറ്റ് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തീർന്നാൽ ഞാൻ വീണ്ടും ഒന്ന് മേടിക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ ബനാനയുടെ സെക്ഷനിലേക്ക് പോയി. പല ടൈപ്പ് ബനാന ഉണ്ട് കേട്ടോ. ഫിലിപ്പിയൻ, ഇന്ത്യ. ഈ രണ്ടും ഇരിക്കുന്നത് ഫിലിപ്പീൻസിൻ്റെ തോന്നുന്നുണ്ട്. അപ്പുറത്ത് ഈ ഉണങ്ങി കടിച്ച പോലെ ഇരിക്കുന്നത് ഇന്ത്യ. പക്ഷേ ഒരു ബലം കൂടുതൽ ഇന്ത്യൻ ബനാനയ്ക്കാണ്. ഞാൻ പർച്ചേസ് ചെയ്ത് ഇന്ത്യയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ക്വാണ്ടിറ്റീസ് അളക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുക. എത്ര വേണമെങ്കിലും കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ അവർ തൂക്കി തരും. അത് കഴിഞ്ഞിട്ട് നേരെ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടുന്ന് ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ 2 പാക്കറ്റ്, ഒരു 500 ഗ്രാം വരും. അത് 2 എടുത്തു. ഞങ്ങൾ മുന്നേ ഫുള്ള് ചിക്കൻ എടുത്തായിരുന്നു. പക്ഷേ അതിനൊക്കെ നല്ല ഇതാന്ന് തോന്നി. ഇതാകുമ്പോൾ എല്ലുണ്ടാവില്ല. പിന്നെ ഫിഷിൻ്റെ സെക്ഷനിൽ നിന്ന് 2 ബെൽറ്റ് എന്നൊക്കെ നമ്മളവിടെ പറയില്ലേ, ആ സാധനം 2 എടുത്തു. നാട്ടിലത്തെ പോലെ തന്നെ കുറേ മീനുകൾ ഇവിടെയും കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ നാട്ടിൽ കിട്ടാത്ത പലതും ഇവിടെ കിട്ടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളേക്ക് ദോശയുടെ കൂടെ ചട്നി അടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തു. നേരെ ബില്ലിങ് സെക്ഷനിലേക്ക് പോയി. എടുത്ത സാധനങ്ങളൊക്കെ ഈ സാധനത്തിൻ്റെ ടേബിളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അവർ കൊടുത്തിട്ട് എടുത്തിട്ട് തന്നെ ബെല്ലാക്കി കവറിലാക്കി തരും. എന്നാലും ഇത് എടുത്തു കൊടുക്കേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് എടുത്തു കൊടുക്കാൻ വയ്യാത്ത ആളാണ്, പ്രായമായ ആളാണെങ്കിൽ അവിടെ സ്റ്റാഫ് ഉണ്ടാവും. അവരെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിനനുസരിച്ചിട്ട് സെറ്റാക്കി. ഇതുപോലെ തന്നെ ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവർ ഓർഡറിനനുസരിച്ചിട്ടുള്ള ഐറ്റം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് എത്തിച്ചു തരും. ഹോം ഡെലിവറി ഒക്കെ ഉണ്ടാവും, ഫ്രീ ആയിരിക്കുക. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ പേടകത്തിൽ സാധനങ്ങളൊക്കെ ആയി വീട്ടിലെത്തി. ഈ കാണാനാണ് ഞങ്ങളുടെ വീട്.
ഇതിൻ്റെ വീട് എന്ന് പറയാൻ പറ്റില്ല, വില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൂം മാത്രമേ നമുക്കുള്ളൂ. റൂമും അതിൻ്റെ കിച്ചണും ബാത്റൂമും അങ്ങനെ. അല്ലാണ്ട് ഇത് മൊത്തം ഉപയോഗിക്കാനുള്ളതൊന്നുമില്ല. അതിൻ്റെ റേഞ്ച് ആയിട്ടില്ല, ടൈം പിടിക്കും. പിന്നെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ട് അറബി ഉണ്ടാക്കി വെച്ച വീട്, എന്ത് വലിയ വീടാണെന്നറിയോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതേ വലിപ്പമുള്ള വേറെ വീടുണ്ട്. ഇതിന് 10,000 കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് വീടാ എന്തായാലും. ഇവിടെ നിങ്ങണ്ടാണ് നമ്മുടെ റൂമിൻ്റെ അവിടേക്ക് ഉള്ള സെക്ഷൻ. മേടിച്ച സാധനങ്ങളൊക്കെ കാലിയായി കിടക്കുന്ന ഇതിൽ ഫില്ലാക്കി സെറ്റാക്കി വെച്ചു. ഇനി നേരെ ഞാൻ ബില്ല് കാണിച്ചു തരാം എല്ലാവർക്കും, ഇതിന് എത്ര രൂപ വന്നിട്ടുണ്ട് എന്നുള്ളത്. മൊത്തം നമ്മൾ 28 ഐറ്റം മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത് 117 രൂപയാണ്. 17 രൂപയല്ല, 17 ദിർഹം. നാട്ടിലത്തെ പൈസ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 2000 സംതിങ് ഒക്കെ വരും, 2300 ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ അത്രേ ഉള്ളൂ.